സ്തുതിഗീതങ്ങളിൽ അഭിരമിക്കുന്നയാൾ, അമിതാധികാരത്തിൻ്റെ ആൾരൂപം എം.ടി. വാസുദേവൻ നായർ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? എം.ടി. വാസുദേവൻ നായർ വളരെ സമർത്ഥനാണ്. അതുകൊണ്ട് അത് ആരെക്കുറിച്ചാണ് എന്ന് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ആളൊന്നുമല്ല എം.ടി. അസാമാന്യമായ ബുദ്ധികൂർമ്മയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ലോജിക്കലി നോക്കിയാൽ അത് പിണറായി വിജയനെ പറ്റിയാണ്. ഒരു മുന്നറിയിപ്പ് നടത്തിയിട്ടുണ്ട്. ലെനിനിൽ നിന്ന് തുടങ്ങി ആൻ്റൺ ചെക്കോവ്, നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ മാക്സിം ഗോർക്കി, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ തകർച്ച, ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം EMSലേക്ക് വരുന്നു. EMSനെ വസ്തുതാവിരുദ്ധമായിട്ട് പുകഴ്ത്തുന്നു. എന്നിട്ട് അമിതാധികാര പ്രവണത, വ്യക്തിപൂജ, അത് ഇതൊക്കെ. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെനിനെ തള്ളി പറഞ്ഞിട്ടില്ല. EMS ഒട്ടും പറഞ്ഞിട്ടില്ല. EMS 90കളുടെ തുടക്കത്തിലോ മറ്റോ അതോ 80കളുടെ അവസാനമോ EMS മാർക്സിസത്തിൻ്റെ ബാലപാഠം എന്ന് പറഞ്ഞൊരു സീരീസ് ഇറക്കിയിരുന്നു. ചിന്ത പബ്ലിഷേഴ്സാണ്. ചെറിയ ചെറിയ പുസ്തകങ്ങൾ. അതിൽ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ലെനിൻ, സ്റ്റാലിൻ, ദിമിത്രോവ് പാർട്ടി. ലെനിനെയും സ്റ്റാലിനെയും ദിമിത്രോവിനെയും പാർട്ടി, ഇതാണ് മാർക്സിസത്തിൻ്റെ ആദ്യ ബാലപാഠം. മാർക്സിസമല്ല, എംഗൽസുമല്ല, ലെനിനിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം അവിടെയാണ് ആദ്യം വിപ്ലവം ഉണ്ടായത്. ലെനിൻ ദൈവമാണ് അന്നും ഇന്നും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സകല സമ്മേളനങ്ങളിലും പണ്ടൊക്കെ പ്ലീനം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റിയോ അശ്ലീല വാക്ക് അവരെടുത്ത് കളഞ്ഞു. ഇപ്പോൾ പ്ലീനം എന്ന് പറയാറില്ല, പാർട്ടി പ്ലീനം എന്ന് കേൾക്കാറുണ്ട്. പാർട്ടി കോൺഗ്രസ്, പല രീതിയിലുള്ള പേരുകൾ. പക്ഷേ പ്ലീനം കളഞ്ഞു. അതൊരു അശ്ലീല വാക്കായിരുന്നു പണ്ട് മുതലേ. എനിക്ക് തോന്നിയത് എന്താ ഈ പ്ലീനം, അതൊരു മലയാളം വാക്ക് പോലുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അത് കളഞ്ഞു. പക്ഷേ ഈ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ചിത്രങ്ങളില്ലാതെ നടക്കില്ല. നേരത്തെ മാവോയുടെ ചിത്രം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡെങ് സിയാവോ പിങ് ചൈനയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാവോ ലൈനിൽ നിന്ന് ഇദ്ദേഹം മാറി, ഡെങ് സിയാവോ പിങ് മാറി. അതോടെ മാവോയെ ഇവർ ചിത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം മാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രത്തിലില്ല. പക്ഷേ ലെനിനും സ്റ്റാലിനും ഉണ്ട്. അത് കളഞ്ഞുള്ള ഒരു കളിക്കും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല, EMSും തയ്യാറായിട്ടില്ല. ആ EMSനെയാണ് മാതൃകയായിട്ട് എം.ടി. വാസുദേവൻ നായർ അവതരിപ്പിക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം, വിരോധാഭാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് EMS വെടിവെക്കുമായിരുന്നു. എത്ര വെടിവെപ്പ് നടന്നു വന്നു. അതെ, നമ്മൾ പലതവണ പറഞ്ഞതാണ്. പക്ഷേ പിണറായി വിജയൻ വെടിവെപ്പൊന്നും നടത്തിയിട്ടില്ല. ആ നക്സലൈറ്റുകളിൽ ഒരു കേസുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണ പ്രതിഷേധങ്ങൾക്ക് നേരെ വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. തൊഴിലാളി വർഗത്തിന് നേർക്ക് ആദ്യ വെടിയുതിർത്തത് EMS നമ്പൂതിരിപ്പാടാണ്, അദ്ദേഹത്തിൻ്റെ സർക്കാരാണ്, ചന്ദനത്തോപ്പിലെ വെടിവെപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യൻ, അദ്ദേഹം ജനാധിപത്യവാദിയായിരുന്നെന്നും തിരുത്തലിന് വിധേയനായിരുന്നെന്നും വ്യക്തിപൂജ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും അതിൻ്റെ പരിസരത്ത് പോകുകയില്ലായിരുന്നു എം.ടി. പറയുന്നത്. ഇത്രയധികം പാർട്ടിയിൽ വ്യക്തിനിഷ്ഠമായിട്ട് പെരുമാറിയ ഒരു മനുഷ്യൻ വേറെയില്ല. 57 മുഖ്യമന്ത്രി ആവേണ്ടത് ആരായിരുന്നു? M.N. ഗോവിന്ദൻ നായരായിരുന്നു. പാർട്ടിയിലെ ആ സീനിയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ M.N. ഗോവിന്ദൻ നായരാണ്. EMS അന്ന് ഡൽഹിയിലാണ്. EMS ഡൽഹിയിൽ നിന്ന് വന്ന് കേരളത്തിൽ മത്സരിച്ച് M.N. ഗോവിന്ദൻ നായരെ തള്ളി മുഖ്യമന്ത്രിയാക്കി. ഇത് ആണ് താൻ പോരിമ അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണത എന്നൊക്കെ പറയുന്നത്. പാർട്ടി മുഴുവൻ കൈപ്പിടിയിലാക്കി. പിന്നെ പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോകണോ ഇവിടെ പോകണോ എന്നൊന്ന് സംശയിച്ച ആളുമാണ് EMS. അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പൊതു നിലപാടെടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് സംശയിച്ച ഒടുവിൽ ഇപ്പുറത്ത് നിന്നു. ഇത് കഴിഞ്ഞിട്ട് 65 തെരഞ്ഞെടുപ്പിലാണ് CPIക്കാണോ CPMനാണോ ജനപിന്തുണ എന്നുള്ളതാണ് ചോദ്യം. പ്രമുഖ നേതാക്കൾ മുഴുവൻ CPIയിലേക്ക് പോയി. CPMൽ നേതാക്കളുടെ എണ്ണം കുറവ്. ഇപ്പോൾ CPMന് ആൾക്കൂട്ടം ഞങ്ങളുടെ കൂടെയാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്ന് CPM ഇവരുമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരു രഹസ്യ സഖ്യമുണ്ടാക്കി. അങ്ങനെ CPMന് ആർക്കും ഭൂരിപക്ഷം ഉണ്ടായില്ല. പക്ഷേ CPIയേക്കാൾ വലിയ പാർട്ടി ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചു. ആ നെഗോസിയേഷൻ നടത്തിയത് EMS ആണ്, രഹസ്യമായിട്ട് മുസ്ലിം ലീഗുമായിട്ട്.
അതിനെ തുടർന്നാണ് 67 മുസ്ലിം ലീഗിന് മുന്നണി പ്രവേശനം കിട്ടുന്നത്. ഇന്നലെ തന്നെ വേറൊരു പ്രസംഗം പിണറായി വിജയൻ ചെയ്തു, അത് അധികാരം ശ്രദ്ധിച്ചില്ല. 60കളിൽ ഞങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് കൂടിയിരുന്നു, അന്ന് പരിഹസിച്ചവരാരാണെന്ന് ഇന്ന് ഞാൻ പറയുന്നില്ല, അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അവിഹിത സഖ്യമാണ് പിണറായി മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. മലപ്പുറം ജില്ല ഉണ്ടാക്കി കൊടുത്ത് 67 ഇവരെ മുന്നണിയിൽ എടുത്തു കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ല അന്ന് സംഘപരിവാർ മാത്രമല്ല കോൺഗ്രസ് എതിരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ പരിപാടി മുഴുവൻ ചെയ്ത ആൾ EMS ആണ്. എന്നിട്ട് EMS തെറ്റ് തിരുത്തി എന്ന് MT പറയുന്നൊരു ഘട്ടമുണ്ട്. 40 വർഷത്തിന് ശേഷം ജീവൽ സാഹിത്യം പൂക്കാസ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെടുത്ത നിലപാട് തെറ്റിപ്പോയി എന്ന് 40 years കൊണ്ടാണ് EMS മനസ്സിലാക്കിയിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ഇവർ ദ്രോഹിച്ച കവികളും സാഹിത്യകാരന്മാരും എത്രയായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ എഴുത്ത് നിർത്തണം എന്ന് പൂക്കാസ പ്രമേയം പാസാക്കി. G. ശങ്കരക്കുറുപ്പ്, P. കേശവദേവ്, തകഴി ശിവശങ്കരപ്പിള്ള 90കളിൽ തന്നെ എഴുതി, അനിയ ഞാനും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, എന്നെ തല്ലല്ലേ എന്ന് വായനക്കാരുടെ കോളത്തിൽ മനോരമയിൽ എഴുതി. എന്നെ തല്ലല്ലേ എന്ന് പറയും. കാരണം വയസ്സുകാലത്ത് തല്ല് കിട്ടും. TP ശ്രീനിവാസന് തല്ല് കിട്ടിയില്ല. അപ്പോൾ ഈ വയസ്സൊന്നും അവർക്ക് പ്രശ്നമില്ല, അടി കിട്ടും. ഇത് MTക്കും അറിയാം അടി കിട്ടുമെന്ന്. അതുകൊണ്ട് MT എങ്ങും തൊടാതെ ചെലാമ്പയക്കുകയും EMSനെ ദിവ്യനാക്കി വയ്ക്കുകയും ചെയ്തു. EMSനെ ദിവ്യനാക്കിയ സ്ഥിതിക്ക് ഇനി MTയെ തല്ലാൻ പറ്റില്ല. ബാക്കി പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് കഴിഞ്ഞിട്ട് MTയുടെ എന്തോ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നുള്ള മട്ടിൽ NE സുധീർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിലെന്താ MT പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഉന്നയിച്ചത് വിമർശനമല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം. അത് കേട്ട് ആത്മപരിശോധന നടത്തിയാൽ നന്നായിരുന്നു. ഇതാണ് ഈ ആത്മപരിശോധന നടത്തേണ്ടതാരാ? പിണറായി വിജയനോ അതോ നരേന്ദ്രമോദിയോ? ഈ ഒരു അന്തരാള ഘട്ടം ഉണ്ടാക്കി വയ്ക്കുന്ന രീതിയിൽ MT സംസാരിക്കുന്നതിനാണ്. MTക്ക് പറയാമല്ലോ, ഞാൻ പിണറായി വിജയനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ലെനിനിൽ നിന്ന് തുടങ്ങി ആൻ്റൺ ചെക്കോവിലും മാക്സിം ഗോർക്കിയിലും ഒക്കെ പോയിട്ട് EMSലെത്തിയത്. EMS ഈ പറയുന്ന കാര്യം ഞാൻ പറയട്ടെ, പുത്തലത്ത് നാരായണൻ, KP കുഞ്ഞിക്കണ്ണൻ, ചാത്തുണ്ണി മാസ്റ്റർ, O. ഭരതൻ്റെ ആത്മകഥയുടെ പേരെന്താ? നെരിപ്പോട് എന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നെരിപ്പോട് എന്നൊരാൾ ആത്മകഥയ്ക്ക് പേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരാണ് ആ മനുഷ്യനെ നെരിപ്പോടിൽ ജീവിതം? അതെ, O. ഭരതൻ CITU നേതാവായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ EMS ഇതിൻ്റെ തലപ്പ് തിരിക്കുകയല്ലേ? MV രാഘവനെ പുറത്താക്കിയില്ലേ? ഗൗരിയമ്മയെ പുറത്താക്കിയില്ലേ? ഇതൊക്കെ ചെയ്ത് EMS അല്ലേ? ഇതെന്താ വിശാല ഹൃദയമായിരുന്നോ? ഈ പാർട്ടി പറയുന്ന ഇടതുപക്ഷ മാനവികതയായിരുന്നോ? എന്താണ് MT പറയുന്നത്? MTക്ക് ഇത് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ? MT ഒരു ഏകാധിപതിയല്ലായിരുന്നോ? പക്ഷേ ഇപ്പോഴത്തെ പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെയെങ്കിലും ആരെങ്കിലും പറയണ്ടേ? സ്തുതിഗീതങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അല്ല, MT അത് ക്ലവറായിട്ട് ചെയ്തു. കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം. പക്ഷേ അതിനകത്ത് CPM ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ നിങ്ങളുടെ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ. MT നിഷേധിച്ചിട്ടില്ല ഇവരെ. അല്ല, പുള്ളി ചെയ്തത് എന്താ? ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ NE സുധീറാണ് ഇത് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടു എന്നും പറഞ്ഞിട്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ വിമർശനമൊന്നും ഉന്നയിച്ചില്ല, യാഥാർത്ഥ്യം പറഞ്ഞു. അത് വെച്ച് ആത്മപരിശോധന നടത്തിയാൽ കൊള്ളാം. ആര് നടത്തണം? അല്ല, അതിപ്പോൾ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിക്കെതിരെയാണ്. അല്ല, മാത്രമല്ല ഇപ്പോൾ വലിയ തമാശയുണ്ടായിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് CPM കവിയായ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസം അതിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് ഉള്ള ഒരു സങ്കടമാണ് MT പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജയരാജനെയും തള്ളി അത് പിണറായിയെക്കുറിച്ച് തന്നെയാണെന്ന് വ്യംഗ്യമായി പറയുകയല്ലേ? കമോൻ, ഈ സച്ചിദാനന്ദൻ എന്താ കമ്മ്യൂണിസ്റ്റ് മൂല്യം? ഇൻഫാക്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നൊരു മൂല്യമില്ല. കമ്മ്യൂണിസ്റ്റ് ദ്രോഹം എന്ന് പറയുന്നൊരു ദ്രോഹം മാത്രമേ ഉള്ളൂ. ലോകം മൊത്തം എടുത്ത് നോക്കുന്നത് ലെനിൻ, സ്റ്റാലിൻ, ബ്രഷ്നേവ്, ക്രൂഷ്ചേവ് ഒരു പരിധിവരെ. ക്രൂഷ്ചേവ് കുറച്ച് ലിബറലൊക്കെ കളിച്ചു സ്റ്റാലിനെ കൊച്ചാക്കാനായിട്ട്. ബട്ട് ഇവരെല്ലാം തന്നെ ഏകാധിപതികളല്ലായിരുന്നോ? അതിൻ്റെ അവിടെ ജനാധിപത്യം ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? അവിടെ ആരുമില്ലായിരുന്നു. ആരുമില്ല. അല്ല, കമ്മ്യൂണിസത്തിൽ കിഴക്കൻ ജർമ്മനിയിൽ ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ ഈ സച്ചിദാനന്ദൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്താ? ഏകാധിപത്യമാണ് അല്ലേ? അപ്പോൾ ഏകാധിപത്യത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരാണ് ഇവരെല്ലാം. സച്ചിദാനന്ദൻ കുറച്ച് നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്.
അതല്ലാതെ ഇവർ സംസ്കാരത്തെപ്പറ്റിയോ മൂല്യങ്ങളെപ്പറ്റിയോ പറയാനുള്ള യോഗ്യത എന്താ ഇവർക്ക് എനിക്ക് മനസ്സിലാവണില്ല. കേരളത്തിലുള്ള ഇത് MT ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വേറെ ആരോ പറഞ്ഞതായിട്ട്. 2 വീട് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ വേറെ പണിക്ക് പോകും. ഒരു കേസ് ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ അഭിഭാഷകന് സത്യത്തോട് പ്രതിബദ്ധതയില്ല. ഇതുപോലെ കേരളത്തിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു നോവൽ ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് ധാർമ്മികതയുടെ മൂല്യങ്ങളുടെയൊക്കെ ഉടമസ്ഥനായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇവരൊക്കെ ഏഴാച്ചേരി രാമേന്ദ്രൻ, TD രാമകൃഷ്ണൻ, അശോകൻ ചെരുവിൽ ഇവരെന്താ അവിടെ ഇവിടെയും ചില്ലറ കവിത എഴുതി നോവൽ എഴുതി ഉടനെ അവരങ്ങോട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉടമസ്ഥന്മാരാകുകയാണ്. എന്തൊരു ഭോഷ്കാണിത്. അതുപോലെ കവിത എഴുതിയില്ലെങ്കിൽ സംസ്കാരത്തിന് പുറത്താകും. പക്ഷേ TG രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? പരോക്ഷമായെങ്കിലും വളഞ്ഞു പിടിച്ചെങ്കിലും. രാജാവ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു മുദ്രാവാക്യ കവിത ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിരിക്കുന്നത്. അത്ഭുതം തോന്നി എനിക്ക്. ഇത്ര വില കുറഞ്ഞ വാക്കുകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഈ പ്രായത്തിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ കവിത മാതൃഭൂമിയിൽ വന്നില്ല, അല്ല ദേശാഭിമാനിയിൽ ഒരു മുദ്രാവാക്യ കവിത എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കണം. അതിൻ്റെ അവസാന വരികളൊക്കെ ഇതേ ബാലചന്ദ്രനാണ് ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ചിന്തയിൽ EMS ദയാരഹിതമായിട്ട് ഗൗരിയമ്മയുടെ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞ് ലേഖനം എഴുതി. കൊട്ടിക്കലാശം, കൊട്ടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാം. ഇത് കണ്ട് ക്ഷോഭിച്ചിട്ടാണ് ഗൗരി എന്ന കവിത ബാലചന്ദ്രൻ എഴുതുന്നത്. അതിലാണ് ബാലചന്ദ്രൻ ഗൗരിയമ്മയോട് പറയുന്നു, മതി ഗൗരിയമ്മേ, കൊടി താഴെ വയ്ക്കാം, മുടി കെട്ടഴിക്കാം, ഒരു പട്ടുടുക്കാം. ഇതൊക്കെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ്. ഇന്നിപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഈ സ്തുതിഗീതം പാടുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ബാലചന്ദ്രനും സാംസ്കാരിക നായകനാണ്. പക്ഷേ ഒരു കാര്യം ബാലേന്ദ്രൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ദൂരദർശൻ ചർച്ചയിൽ. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ സാംസ്കാരിക നായകനല്ല, ഞാൻ പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും കേൾക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുകയോ സമൂഹത്തെ മാറ്റിമറിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോടോ അന്ന് NSSന് നാരായണപ്പണിക്കരോടോ എന്തെങ്കിലും പറയണം. അവർ വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചു എൻ്റെ വാക്കിനൊന്നും ഒരു വിലയില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് ചുള്ളിക്കാട്. പക്ഷേ ഇതൊക്കെ കൊണ്ട് ഞാൻ പറയുന്നത് ഈ സാംസ്കാരിക നായകൻ എന്നുള്ള അശ്ലീല പദം തന്നെ കേരളത്തിലുണ്ടാക്കുകയായിരുന്നു. ഇതുണ്ടാക്കിയത് MN വിജയനും സുകുമാർ അഴീക്കോടും കൂടെയാണ്, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ ഓരോ യോഗത്തിലും ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞു വയ്ക്കും. സത്യത്തിൽ സാംസ്കാരിക സമ്മേളനം എന്നുള്ള സംജ്ഞ തന്നെ തെറ്റാണ്. ഇപ്പോൾ ഇല്ലല്ലോ. സംസ്കാരങ്ങളുടെ സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം. ഒരേ സംസ്കാരമുള്ളവർ ചേർന്ന് കഴിഞ്ഞാൽ സാംസ്കാരിക സമ്മേളനമാകുന്നത്. കൾച്ചറൽ മീറ്റിംഗ്, കൾച്ചറൽ ആക്ടിവിറ്റി എന്നുള്ളത് ഇംഗ്ലീഷ് മലയാളത്തിൽ തർജ്ജമ ചെയ്തതാണ് ഈ അശ്ലീലം ഉണ്ടായത്. എന്നിട്ട് ഇതിൽ ഈ അന്ന് രാമജന്മഭൂമി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. ഇതിൽ ഹിന്ദുക്കളെയും രാമനെയും കുറ്റം പറയുക, ഇതാണ് സുകുമാർ അഴീക്കോടും MN വിജയനും ചെയ്തുകൊണ്ടിരുന്നത്. അവരും സാംസ്കാരിക നായകരായി. പിന്നെ എല്ലാവരും പ്രസ്താവന ഇറക്കാൻ തുടങ്ങി. അതിനകത്ത് ഈ ഗുലാബ് ജാം ഇങ്ങനത്തെ പേരുകളൊക്കെ ഇതിപ്പോൾ ആരാന്ന് ആർക്കും അറിയാമല്ല. 10-36 പേരുണ്ടാകും അതിൽ. അതിൽ വ്യക്തമായിട്ട് ഇതിനിടയ്ക്ക് ഈ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മറ്റു പേര് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, സാറിങ്ങനെ ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടു? എനിക്കറിയാമല്ല, അത് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങ് പറഞ്ഞു ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ടെന്ന് ഞാനങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ഇത്രയും ഗൗരവമേ അടൂർ ഗോപാലകൃഷ്ണൻ ആ പ്രസ്താവനയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. എന്തോ പരിചയമുള്ളവർ വന്നു, ശരി ഇട്ടേക്കുന്നു. TG ഏതായാലും പിണറായി വിജയൻ്റെ പേര് പറഞ്ഞിട്ടില്ല MD, പക്ഷേ പേര് പറഞ്ഞൊരു വിമർശനം ഏതാനും നാളുകൾക്ക് മുമ്പ് ഉണ്ടായി. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മുകുന്ദൻ എഴുതിയ ഒരു ലേഖനമാണ്. അദ്ദേഹം പാരീസിൽ പോയി ഓർവെലിൻ്റെ ഓർമ്മകൾ പുള്ളിയെ മതിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിക്ടർ യുഗോയുടെ ഉൾപ്പെടെയുള്ള സ്മാരകങ്ങളൊക്കെ കണ്ടു. രാത്രി കിടന്നുറങ്ങിയപ്പോൾ ജോർജ് ഓർവെൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു, നീ എല്ലാവരെയും പോയി കണ്ടു, എന്നെ മാത്രം വന്ന് കണ്ടില്ല. എന്നെ മാത്രം കാണാതിരുന്നതിന് കാരണം നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രേമമാണ്. അത് നീ തുടർന്നാൽ നീ ആനിമൽ ഫാമിലെ പന്നിയേക്കാൾ മോശമാകും. അതുകൊണ്ട് നീ പിണറായി വിജയൻ്റെ തടവിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞതായി മുകുന്ദൻ എഴുതിയിരുന്നു. പക്ഷെ അത് മലയാളത്തിൽ ചർച്ചയായില്ല. അതെ, ചർച്ചയാവില്ല. കാരണം ഇവരൊക്കെ കാറ്റുപോയ ബലൂണുകളാണ്. ആവതുള്ള കാലത്ത് ഒരേകാധിപതിയെയും ഈ മുകുന്ദനോ MTയോ എതിർത്തിട്ടില്ല. 1975 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഏകാധിപത്യം നടന്നത്, അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇവരെവിടെയായിരുന്നു? MT വാസുദേവൻ നായർ എവിടെയായിരുന്നു? തിരക്കഥ എഴുതുകയായിരുന്നു.
കേരളം വേണ്ടും വണ്ണം ആദരിക്കാത്ത ഒരു മനുഷ്യനുണ്ട്, ഒ വി വിജയൻ. അങ്ങേര് മാത്രമാണ് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിക്കൊണ്ടിരുന്നത്. എം ഗോവിന്ദൻ, മൂന്തനല്ല, എം ഗോവിന്ദൻ ഇതിനെതിരായിട്ട് എഴുതി. അയ്യപ്പ പണിക്കർ എഴുതി, കടിക്കല്ലേ പിടിക്കല്ലേ കടുക്ക ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം നിശ്ചിതമായിട്ട് അടിയന്തരാവസ്ഥയെ വിമർശിച്ച ഒരു കവിത ഇവരെഴുതിയിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ വ്യക്തി പോയി EMS എതിരായിരുന്നു. EMS എന്ത് ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത്? ഒന്നും ചെയ്തില്ല. പി ഗോവിന്ദപിള്ള റിസർച്ചിനായിട്ട് കർണാടകയിൽ പോയി. ഈ ആശാന്മാരൊക്കെ കൂടിയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം പഠിപ്പിക്കാൻ വരുന്നു. ആൾക്കൂട്ടം സമൂഹമായിട്ട് മാറണം, മൈ ഫുഡ്. ഈ നാണം കെട്ട പരിപാടി ഇത് സംസ്കൃതത്തിൽ നിങ്ങൾ RSSനെ കണ്ടുപിടിക്കുക. RSSൽ നിന്നാണ് ഞാനിതാദ്യം അറിയുന്നത്. സമജം, ഇതാണ് ആൾക്കൂട്ടം, ഒരുപോലെ ജനിച്ചത്, ഇങ്ങനെ കൂടി നിൽക്കുന്നു, ഒരേപോലെ ജനിച്ചത്. സമാജം എന്ന് പറയും, മായ്ക്കൊരു ദീർഘം ഇട്ട് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടാകും. അപ്പോൾ അത് സമാജമായിട്ട് മാറി. വനിതാ സമാജം, വനിതകളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതിന് പ്രതിവിധി നേടാനും വനിതാ സമാജം. സമജമാണത്, ഒരേപോലെ ജനിച്ചവരാണല്ലോ സമാജം. അതെ, സൊസൈറ്റി ആവും. സച്ചിദാനന്ദൻ അതാണ് പറയുന്നത്. ഈ MD ഉദ്ദേശിച്ചത് സച്ചിദാനന്ദൻ ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ഹീ ഈസ് വെൽക്കം ടു RSS. ഈ കമ്മ്യൂണിസ്റ്റുകാർ വയസ്സായി കഴിയുമ്പോൾ RSSലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? അതെ അതെ. ക്ഷേത്രങ്ങളെ നിരസിച്ച ഒരു ക്ഷേത്രങ്ങളിൽ പോകും. ക്ഷേത്രത്തിൽ പോയി, എം മൂന്നൻ ക്ഷേത്രത്തിൽ പോയി താമസമില്ലാതെ ആരോഗ്യമുണ്ടെങ്കിൽ സച്ചിദാനന്ദൻ ഈ ശയനപ്രദർശനം നടത്തും ഗുരുവായൂർ. ഇത് ചെയ്യും. കാരണം ഇവരെല്ലാം ഇവരുടെ വേരുകളിലേക്ക് തിരിച്ചു വരും. ഞാനിപ്പോഴും പറയുന്നത് യു കം ബാക്ക്. ഈ ബേസിക്സൊക്കെ ഞാൻ എത്രയോ വർഷം മുമ്പ് എന്നെപ്പോലെ ചെറിയൊരു മനുഷ്യനറിയാം. സമജവും സമാജവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ ആൾക്കൂട്ടത്തെ സൊസൈറ്റി ആക്കുക എന്നൊക്കെ പറയുന്നത് ഇത് ഓൾറെഡി കാരണവന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിട്ടിട്ട് ഇയാൾ പോയിരിക്കുകയാണ്. ഇവിടെ ജോർജ് ഓർവെൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സായിപ്പിൻ്റെ പിന്നാലെ, ഇപ്പോഴും സായിപ്പിൻ്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇവർ. ഭർതൃഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചൊറിഞ്ഞു വരും, ഇല്ലേ? കാളിദാസനെ ഇവർ കേട്ടിട്ട് പോലുമില്ല, മൈൻഡ് ചെയ്യില്ല കാളിദാസനെ. എഴുത്തച്ഛന് ഇവർക്ക് വേണ്ട. രാമായണം മോശമാണ്. രാമായണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് മുഴുവൻ തന്നെ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയാണ്. സുനിൽ പിള്ളയുടെ രാമായണ പ്രഭാഷണം എടുത്തു നോക്കിയോ, മുഴുവൻ ചിന്താവിഷ്ടയായ സീതയാണ്. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ ട്രാവൽ ചെയ്യുന്നില്ല. വാൽമീകി രാമായണം അറിയില്ല, അധ്യാത്മരാമായണം അറിയില്ല. എഴുത്തച്ഛനെ വേണ്ട. വേണ്ടത് ആകെ കുമാരനാശാൻ. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിൽ സീത രാമനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. തുടക്കത്തിൽ വിടപങ്ങളൊടൊത്തകൈകൾ തൻ തുടമേൽ വെച്ചും ഇരുന്നു സുന്ദരി, ഇങ്ങനെ ധ്യാന നിമഗ്നയായിട്ടാണ് സീത ഇരിക്കുന്നത്. അല്ലാതെ കൈ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഒരു തള്ളപ്പരാകുന്ന പോലെയല്ല. ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, നീ മുടിഞ്ഞു പോകൂടാ കാലമാടാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ധ്യാനനിരതയായിട്ടാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിലാണ് മുഴുവൻ ഇങ്ങനെ ജീവിതം മൊത്തം പിന്തിരിഞ്ഞ് നോക്കുന്നത്, ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് പരിസരം മറന്ന് രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും ഇതൊന്നും സീത അറിയുന്നില്ല. ആ സീത കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് ഒരുപക്ഷെ രാമ നീ ചെയ്തത് തന്നെയായിരിക്കും സത്യം. പക്ഷേ ഞാനൊരു സ്ത്രീയാണ്, എനിക്കും അഭിമാനമുണ്ട്, അത് മുറിപ്പെട്ടു എന്ന് പറയുന്നു. രാമനെ വന്ന് കാണുന്നു, ഒരൊറ്റ നോട്ടം നോക്കുന്നു, എന്നിട്ട് എനിക്ക് മാധവി ദേവി പഴുതൊന്ന് തരയണമേ എന്ന് പ്രാർത്ഥിച്ച് ഭൂമിക്കടിയിലേക്ക് പോകുന്നു. ഇതൊക്കെ വെച്ചിട്ട് ചുമ്മാ രാമനെ അങ്ങ് കുറ്റം പറയുക. രാമനെ ഇവിടെ പോയി, രാമനെ ഭൂമി പോലും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. ഇത്ര വലിയ ദുരന്ത കഥാപാത്രം ഭാരതത്തിൽ വേറെയില്ല രാമനെ പോലെ. രാമനെ ഭൂമി എന്ന നമ്മുടെ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, അതിൽ ആദ്യത്തേതാണ് ഭൂമി, രണ്ടാമത്തേത് ജലം. ആ ജലം രണ്ടാമനാണ് രാമനെ കൊണ്ടുപോകുന്നത്. സരയൂ നദിയിൽ ഇറങ്ങിയാണ് രാമൻ അപ്രത്യക്ഷനാകുന്നത്. എവിടെ പോയിരിക്കും രാമൻ? ഏത് കല്ലിൽ തട്ടിയിരിക്കും ആ ദേഹം? ഏതെല്ലാം ചെടിയിലോ എവിടെയൊക്കെ ചെളിയിലോ ഒക്കെ പൊതഞ്ഞ് പോയി കാണും. ഇത്ര ദുരന്തം അനുഭവിച്ച ഒരു മനുഷ്യനുണ്ടോ? ഈ മനുഷ്യനെ ഇത്രയധികം, മനുഷ്യനെന്ന് തന്നെ ഞാൻ രാമനെ പറയും, മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം ദുരന്തങ്ങളിലൂടെ ധർമ്മസങ്കടങ്ങളിലൂടെ കടന്നുപോയ വേറൊരു ജീവിതമില്ല. ഈ വിഗ്രഹവാനായ ധർമ്മത്തിൻ്റെ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയില്ല, ഇദ്ദേഹത്തെ ചീത്ത പറയാനാണ് എല്ലാ സാംസ്കാരിക നായരും അതിനാണ് തയ്യാറായത്. ഈ MT എഴുതിയ രണ്ടാം ഊഴം അല്ലെങ്കിൽ വാരാണസി എടുത്ത് നോക്കുക, ഭാരതത്തിൻ്റെ ആധ്യാത്മികത അതിലുണ്ടോ? ഇല്ല. അതേസമയം ONV കുറുപ്പ് എഴുതിയ ഉജ്ജയിനിയിൽ അതുണ്ട്.
ONV കുറുപ്പിനെ ജ്ഞാനപീഠം കൊടുക്കാതിരിക്കാൻ, വെച്ച് താമസിപ്പിക്കാനുള്ള ചരട് വലിച്ചത് MT ആണ് എന്ന് കുറുപ്പ് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ONV തന്നെ C രാധാകൃഷ്ണൻ അവാർഡ് കിട്ടാതിരിക്കാൻ ഒക്കെ പോട്ടെ, അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ രോഗവും എന്ന മാതൃഭൂമിയിലെ കാർട്ടൂൺ അപ്രത്യക്ഷമാകാൻ കാരണം എന്താ? ആ കാരണം അരവിന്ദൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ MT എന്ന ബിംബം തകർന്ന് വീഴുമായിരുന്നു. അരവിന്ദൻ അത് ചെയ്തില്ല, വിഗ്രഹം ഉടയുമായിരുന്നു. ഞാൻ പറയുന്നത് MTയുടെ നോവലുകളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ MT ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള ലേബൽ അർഹിക്കുന്നില്ല. അദ്ദേഹം ഈ വിമർശനം ഉന്നയിക്കാനായിട്ട് EMSനെ എടുക്കരുതായിരുന്നു. കാരണം EMSൻ്റെ അത്രയും കൊളരുതാഴികയൊന്നും പിണറായി വിജയൻ ചെയ്തിട്ടില്ല എന്ന്. പാർട്ടിക്കുള്ളിലും ചെയ്തിട്ടില്ല, പുറത്തും ചെയ്തിട്ടില്ല. തൊട്ടാൽ വെടിവെക്കുന്ന EMS എങ്ങനെയാണ് പിണറായി വിജയന് തുല്യമാകുന്നത്? എങ്കിലും TG, ഈ വല്ലാത്ത കാലത്ത് ഈ മൗനത്തിൻ്റെ വാൽമീകം പൊട്ടിച്ച് പരോക്ഷമായെങ്കിലും ചില അമ്പുകളെങ്കിലും പിണറായിക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യട്ടെ. അത് ഞാൻ പറയട്ടെ, ഇതിലും കൂരമ്പ്, ഇതിലും ഭംഗിയായിട്ട് കൽപ്പറ്റ നാരായണൻ, ആസാദ്, CR നീലകണ്ഠൻ, പിന്നീട് പുറത്തിറങ്ങിയ എഴുതി തുടങ്ങിയ G ശക്തിധരൻ, ഇവരൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ MTയോളം തലപ്പൊക്കമില്ല. അവർ ഈ വേദിയിൽ പോയിട്ടില്ല, അവരെ കയറ്റുകയുമില്ല. ഈ പറഞ്ഞ DC ബുക്സിൻ്റെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം. അവർ സാംസ്കാരിക നായകരായിട്ട് കൂട്ടുകയില്ല. പക്ഷേ അവരിതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മുൻപേ പറക്കുന്ന ചില പക്ഷികൾ CPMലും ഉണ്ടായിരുന്നു, അവരെ മുൻപേ തന്നെ എടുത്തു കളഞ്ഞു. അപ്പോൾ ഈ തലപ്പൊക്കമുള്ള ആൾക്കാരൊക്കെ മിണ്ടാതിരുന്നു. ഇപ്പോൾ ജ്ഞാനപീഠം കിട്ടി, പത്മഭൂഷൺ കിട്ടി, ഇനി MTക്ക് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് സമീപകാലത്ത് തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരുന്നു, വളരെ കോളിളക്കം ഉണ്ടാക്കാവുന്നൊരു പ്രസ്താവനയാണ്. അതായത് അന്യമതസ്ഥരെ കൊന്നാൽ സ്വർഗവും ഹൂറികളെയും കിട്ടുമെന്നുള്ള വിശ്വാസം ത്യജിക്കേണ്ടതാണ് എന്ന് MT പറഞ്ഞു. അത് വിവാദമായില്ലല്ലോ. ആയില്ലല്ലോ. ആരും റിപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ മാത്രമാണ്, ABCയും ആണത്ര ചർച്ച ചെയ്തത്. ആ വാക്യം അത് വിവാദമാക്കണമെങ്കിൽ ഈ പറഞ്ഞ ആലപ്പുഴ പ്രസംഗത്തിൽ MTക്ക് അതും കൂടെ ചേർത്തില്ലല്ലോ. കോഴിക്കോട് പ്രസംഗത്തിൽ ചേർക്കാമായിരുന്നു, ചേർത്തില്ല. അതാണ് MTയുടെ ബുദ്ധി. MT നോക്കിയപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു, അത് ക്ലിക്കായില്ല. അതുകൊണ്ട് ക്ലിക്കാവുന്നൊരു സാധനം പറഞ്ഞു. ഞാൻ MTയെ കുറ്റം പറയുന്നില്ല. സാഹിത്യകാരന്മാർ പണ്ട് മുതൽ അങ്ങനെയാണ്. ഈ കുഞ്ഞൻ പേര് പറഞ്ഞില്ലേ, ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം. അത് ഒരു ഫെയിമിൻ്റെ ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ ഒരു ഫെയിമിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് ഈ പ്രസംഗം ചെയ്തത്. വയ്യല്ലോ, 90 കഴിഞ്ഞില്ലേ, അങ്ങനെ ഇനി എന്ത് കിട്ടാനാണ്? വയസ്സ് കൂടിയത് കൊണ്ട് മോഹങ്ങളില്ലാതാവുന്നില്ലല്ലോ. ഞാൻ ഈ അങ്ങനെ ഒരു പ്രശസ്തി മോഹിച്ചിട്ട് MT ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രശസ്തി MTക്കും ആവശ്യമാണ്. അത് മരണം വരെ ഈ സൽകീർത്തി ആഗ്രഹിക്കാത്ത മനുഷ്യരാരുമില്ല. സൽകീർത്തി, ഇതിൽ നിന്നും ഒരു സൽകീർത്തി ഉണ്ടാകുമെന്ന് MT വിചാരിക്കുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ ഇതിനപ്പുറത്തേക്ക് ഈ ഫൈറ്റ് കൊണ്ടുപോകാനും MT ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ MTക്ക് പിണറായി വിജയൻ്റെ പേര് പറയാമല്ലോ, ഞാൻ പിണറായിയെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരും. അല്ല, എന്തുകൊട്ടെ TG, ഇപ്പോൾ നമ്മൾ പിണറായിയുടെ നവകേരള സദസ്സിൻ്റെ യാത്രകൾ കണ്ടു. കോഴിക്കോട് മലബാറിൽ വെച്ച് ശൈലജ ടീച്ചർ, അവരുടെ ഭർത്താവ്, കോട്ടയത്ത് വന്നപ്പോൾ ചാഴിക്കാടൻ MP ഒക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വേദിയിലിരുത്തി പരസ്യമായി കിട്ടിയതാണ്. കൊടുത്താൽ കോഴിക്കോട്ടും കിട്ടും എന്ന് ഒരു കാവ്യനീതി ഇതിൽ കണ്ടുകൂടെ? അത് ഈ പിണറായിയോട് വൈരാഗ്യമുള്ളവർക്ക് ഒരു സംതൃപ്തി അതിലുണ്ടാവും. കിട്ടി, അവനിട്ട് എനിക്കോ തല്ലാൻ പറ്റിയില്ല, MT എങ്കിലും അവന് തല്ലിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അതൊരു ലോവർ ലെവൽ വികാരം മാത്രമാണ്. കൊടുത്താൽ കോഴിക്കോട്ട് കിട്ടും എന്നൊക്കെ പറയുക. ഓക്കെ, അതിൽ ചിലർക്ക് സംതൃപ്തി ഉണ്ടാവാം. അതിൽ ഞാനിതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. MT EMSനെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തത് വസ്തുതാപരമായിട്ട് ശരിയാണെന്നാണ് TGയുടെ അഭിപ്രായം. നമ്പർ 2, MT ഇത് ആരെപ്പറ്റി പറഞ്ഞു എന്ന് വിവാദമുണ്ടാകുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇപ്പോഴെങ്കിലും പറയാനുള്ള ചുമതല MTക്കുണ്ട്. അതല്ലെങ്കിൽ MTയും ഇതിനകത്ത് ഒരു എങ്ങും തൊടാതെ അഴകുഴമ്പൻ നിലപാടെടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. പക്ഷേ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് MT പറഞ്ഞത് ആരെയാണെന്ന്. ദേശാഭിമാനിക്കും ജയരാജനും മാത്രം മനസ്സിലാവുന്നില്ല. അവരങ്ങനെയാക്കുക മനസ്സിലാവാഞ്ഞിട്ടല്ലോ അവർ പറയുന്ന, അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിയേ. MT ആരുടെയെങ്കിലും പേര് ഇതിനാണ് പാവം നരേന്ദ്രമോദി പിടിച്ചിടുന്നത്. എന്തുകൊണ്ട് പിടിച്ചിട്ടുകൂടാ? കാരണം MT പറഞ്ഞത് നോക്ക്, അധികാരം ഏകാധിപത്യവും സർവാധിപത്യവുമായിട്ട് മാറുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജയരാജൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നരേന്ദ്രമോദിയെ പറ്റിയാണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടത് MT ആണ്. പക്ഷേ MT അത് പറഞ്ഞിട്ടുമില്ല. MT പിന്നെയും വിശദീകരണത്തിൽ MT പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ നടത്തിയ വിമർശനമല്ല,
ചില വസ്തുതകൾ പറഞ്ഞു. അത് ആത്മപരിശോധന നടത്തിയാൽ കൊള്ളാം. ആര് നടത്തണം? പിണറായി നടത്തണോ മോദി നടത്തണോ? അതോ കേട്ടിരിക്കുന്നത് നമ്മൾ നടത്തണം? കേട്ടിരിക്കുന്ന നമ്മൾ ഏതായാലും ആത്മാവം പരിശോധിക്കാനൊന്നും പോകുന്ന ഏതായാലും ഇതിൻ്റെ ബർഡൻ ഓഫ് ആൾക്കാർ പ്രൂഫ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ MD കെട്ടിയേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ MT വാസ്തവത്തിൽ MT ഇത് ചെയ്യരുതായിരുന്നു. ബട്ട് അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനുമാണ് MT. നമ്മൾ ഈ പല വലിയ ബിംബങ്ങളുണ്ടല്ലോ, അവർ പൊയ്ക്കുതിരയാണോ? പൊയ്ക്കുതിരയൊന്നുമല്ല, പക്ഷേ സാംസ്കാരിക നായകൻ എന്ന് വിളിക്കരുത്. ഇപ്പോൾ MT ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരിക്കുക MTയുടെ ഈ പ്രസംഗത്തിന് തൊട്ട് പിന്നാലെ T. പത്മനാഭൻ അഭിപ്രായം പറയും. ഇങ്ങനെ തലപ്പൊക്കമുള്ള ആളുകൾക്ക് ധൈര്യം കിട്ടും എന്നൊരു തോന്നൽ. പക്ഷേ അതുണ്ടായില്ല. ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല. ഇനി വരുമോ എന്നറിയാമല്ല. സച്ചിദാനന്ദൻ ഈ പറഞ്ഞ പോലെ ചുറ്റിക്കളിയാണ് നടത്തിയത്. കമ്മ്യൂണിസത്തെ പറ്റിയും കൂടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തുകൊണ്ട് മോദിയെ പറ്റി ആയിക്കൂടാ? നമ്മുടെ നാട്ടിൽ മോദി എന്ന് പറഞ്ഞാൽ സർവാധിപത്യം എന്നാണ് അർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഇവർ ചീത്ത വിളിച്ചിട്ട് ഇവർ ഒന്നും ചെയ്യാതെ നടക്കുകയാണെന്ന്. അതെ അതെ. ഇവർ ഈ സച്ചിദാനന്ദനടക്കം അവാർഡ് തിരിച്ചു കൊടുത്തില്ല. കാശല്ലേ തിരിച്ചു കൊടുക്കാതിരുന്നത്, അവാർഡ് തിരിച്ചു കൊടുത്തു. അങ്ങനെ വല്ല ആക്ഷൻ എടുത്തോ? ഒന്നും ചെയ്തില്ല. ഇവരെ ബ്ലാക്ക് ലിസ്റ്റിലാക്കുന്ന ഒന്നും ചെയ്തില്ല. ഈ കടത്തനാട് സാഹിത്യ ഫെസ്റ്റിവലിൽ മുകുന്ദൻ വേറെ പ്രസ്താവന നടത്തി. നിരാശ തോന്നുമ്പോൾ നമുക്ക് ആകാശത്തേക്ക് നോക്കാമെന്ന്. എനിക്ക് തോന്നുന്നു നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ വിധിക്കപ്പെട്ടവരാണ്, അതിന് മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ മലയാളികളെന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കില്ല. അതിന് വിധിക്കപ്പെട്ടവരൊന്നുമല്ല മലയാളികൾ. പക്ഷേ ഒരു ക്ലോസിംഗ് റിമാർക്ക് എന്നുള്ള നിലയ്ക്ക് നമുക്കത് നിരാശ വരുമ്പോൾ നമുക്ക് ആകാശത്തേക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.